أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته الليل والنهار والشمس والقمر لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن إن كنتم إياه تعبدون. فإن استكبروا فالذين عند ربك يسبحون له بالليل والنهار وهم لا يسأمون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برضا الله. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും അല്ലാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് മർഹമത്ത് നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും എല്ലാ ളാഹിറും ബാത്തിനുമായ രോഗങ്ങൾക്ക് റഹ്മാനായ റബ്ബ് പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ലെന്നും തിന്മയെ തിന്മ കൊണ്ടല്ല പ്രതിരോധിക്കേണ്ടത്, തടുക്കേണ്ടതെന്നും തിന്മയെ നന്മ കൊണ്ട്, അതും ഏറ്റവും നല്ല നന്മ കൊണ്ടാകണം തടുക്കേണ്ടത് എങ്കിൽ ആ ആളുകളുടെയും നിന്റെയും ഇടയിലുള്ള ശത്രുത ഒഴിവാവുകയും അവർ നിന്റെ ഏറ്റവും വലിയ ബന്ധുക്കളായി തീരുകയും ചെയ്യും എന്ന് അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തി. പക്ഷേ ഈ മഹത്തായ സദ്ഗുണം ഉണ്ടാകണമെങ്കിൽ നല്ല ക്ഷമ കൈകൊള്ളുന്നവരാകണം. അതേ പ്രകാരം വമ്പിച്ച ഭാഗ്യശാലികൾക്കുമായി ഈ ഒരു ലക്ഷണം ഉണ്ടാവുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തി. എന്നാൽ ഈ മഹത്തായ ലക്ഷണങ്ങളിൽ നിന്ന് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക, തടുക്കുക എന്ന മഹത്തായ ലക്ഷണം മനുഷ്യരിൽ നിന്ന് നഷ്ടപ്പെടുന്നത് പിശാചുക്കളുടെ ദുർപ്രേരണ കാരണത്താലാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 36-ാമത്തെ ആയത്തിൽ അങ്ങനെ പിശാചിൽ നിന്ന് എപ്പോഴെങ്കിലും വല്ല ചീത്തയായ പ്രേരണകളും ഉണ്ടാകുന്നുവെങ്കിൽ, അവർ നിന്നെ തെറ്റായ ദിശയിലേക്ക് തിരിച്ചുവിടുന്നുവെങ്കിൽ നീ റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി ഇസ്തിആദ, അവനോട് അഭയം തേടണം, ശരണം തേടണം. കാരണം എല്ലാം അറിയാനും എല്ലാം കേൾക്കാനും കഴിയുന്നത് ആ റഹ്മാനായ റബ്ബിനാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തി. അടുത്ത ആയത്തിൽ 37-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. അല്ലാഹു തആല പ്രവാചകന്മാർ വന്നത് തന്നെയും ഈ സൂറത്ത് തുടങ്ങിയതിൻ്റെ ശേഷം എത്രയോ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത്, അല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതാണ്. അതിന് വിവിധങ്ങളായ ആയത്തുകളും ദൃഷ്ടാന്തങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പിൽ വരച്ചു കാണിച്ചു തന്നുകൊണ്ടാണ്, നമ്മുടെ മുമ്പിൽ നിരത്തി വെച്ചിട്ടാണ് പറഞ്ഞത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന്. അതേ പ്രകാരം അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. എന്തുകൊണ്ട്? അതിന് ചില ഉച്ചരങ്ങളാണ് 37-ാമത്തെ ആയത്ത്. വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു വശംസു വൽ ഖമറു ലാ തസ്ജുദൂ ലിശ്ശംസി വലാ ലിൽഖമരി വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ. മനുഷ്യരുടെ കൂട്ടത്തിൽ പലതിനെയും ആരാധിക്കുന്നവരുണ്ട്. സൂര്യനെ ആരാധിക്കുന്നവർ, ചന്ദ്രനെ ആരാധിക്കുന്നവർ, ബിംബങ്ങളുണ്ടാക്കി അതിനെ ആരാധിക്കുന്നവർ, ഫോട്ടോകൾ വെച്ച് അതിനെ ആരാധിച്ച് അതിനോട് സങ്കടം പറയുന്ന ആളുകൾ, അതിനെ സുജൂദ് ചെയ്യുന്ന ആളുകൾ, മുസ്ലിമീങ്ങളാണെന്ന് പറയപ്പെടുന്ന ആളുകൾ, പല മഹാന്മാരുടെയും മഹദിമാരുടെയും ബീവിമാരുടെയും ഔലിയാക്കളുടെയും അങ്ങനെ പറയപ്പെടുന്നവരുടെ ജാറങ്ങളിൽ പോയി അവരോട് സങ്കടം പറയുന്നവർ, ആ ജാറങ്ങളുടെ മുമ്പിൽ തൊട്ട് തഴുകുന്നവർ, അതിന് ജാറം മൂടുന്നവർ, അവിടെ ചന്ദനത്തിരിയും കുന്തിരിക്കവും ഒക്കെ കത്തിച്ചു വെക്കുന്നവർ, അതിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവർ, ഇങ്ങനെ അള്ളാഹു അല്ലാത്ത പലതിനെയും പല രൂപങ്ങളിലും ആരാധിക്കുന്ന സമൂഹം എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്.
അല്ലാഹു തആല ഇവിടെ പറയുന്നത് വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അല്ലാഹുവിന്റെ മാറ്റം ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. മറ്റൊരാളുടെയും കഴിവ് കൊണ്ടോ സാമർത്ഥ്യം കൊണ്ടോ ഉണ്ടായതല്ല. എന്ത്? അല്ലൈലു രാത്രി, വന്നഹാറു പകലും. അള്ളാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് രാവും പകലും. രാവ് മാറി പകല് വരിക, പകല് പോയി രാത്രി വരിക, അതിങ്ങനെ മാറി മാറി വരുന്നത് അള്ളാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ്. വശംസു, വശംസു സൂര്യനും, വൽ ഖമറു ചന്ദ്രനും, ചന്ദ്രനും സൂര്യനും ചന്ദ്രനുമൊക്കെ അതിന്റെ മാറ്റങ്ങളും അതിന്റെ ഉദയവും അതിന്റെ അസ്തമയവും ഒക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ട് ഇനി അള്ളാഹു പറയുന്നത്, അതുകൊണ്ട് ലാ തസ്ജുദൂ, നിങ്ങൾ സുജൂദ് ചെയ്യരുത്, നിങ്ങൾ സുജൂദ് ചെയ്യരുത്, ലിശംസി സൂര്യന്, വലാലിൽ ഖമരി ചന്ദ്രനും അരുത്. സൂര്യനും ചന്ദ്രനും ഒക്കെ ആരാധിക്കുന്ന അത് വലിയ വലിയ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. സൂര്യനും ചന്ദ്രനും ഒക്കെ ഭൂമിയെക്കാളും വലിയ വലുപ്പമുള്ളതാണ്, മഹത്തായ വസ്തുവാണ് എന്ന കാരണത്താൽ പലരും ആ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ആരാധിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അല്ലാഹു തആല പറഞ്ഞു, ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ, നിങ്ങൾ സൂര്യനോ ചന്ദ്രനോ സുജൂദ് ചെയ്യരുത്. പിന്നെ നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത്, സാഷ്ടാംഗം ചെയ്യേണ്ടത്, ആരാധനയുടെ പരിധിയിൽ വരാവുന്ന സുജൂദ് ആർക്കേ പറ്റൂ? വസ്ജുദൂ, നിങ്ങൾ സുജൂദ് ചെയ്യണം ലില്ലാഹ്, അല്ലാഹുവിന് മാത്രമാകണം നിങ്ങൾ സുജൂദ് ചെയ്യുന്നത്. അല്ലാഹുവിന് മാത്രമേ സുജൂദ് ചെയ്യാവൂ. എങ്ങനത്തെ അല്ലാഹുവാണ്? അല്ലദീ ഖലഖഹുന്ന, അവയെ സൃഷ്ടിച്ചവനായ, സൂര്യനെ സൃഷ്ടിച്ചതാരാണോ ചന്ദ്രനെ സൃഷ്ടിച്ചതാരാണോ അതിന് മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, സുജൂദ് ചെയ്യാവൂ. സൂര്യനെ സൃഷ്ടിച്ചത് ചന്ദ്രനെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, അതുകൊണ്ട് ആ അല്ലാഹുവിനെ മാത്രമാകണം. ഇൻ കുൻതും, നിങ്ങളാണെങ്കിൽ, ഇയ്യാഹു തഅബുദൂൻ, അവനെ തന്നെ ആരാധിക്കുന്നവരാണെങ്കിൽ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ആ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച അള്ളാഹുവിന് മാത്രമേ നിങ്ങൾ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്ത ആ സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ സുജൂദ് ചെയ്യരുത് എന്ന് ശക്തമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുന്നു. ഇവിടെ പലപ്പോഴും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ സമുദായം പല ജാറങ്ങളുടെ മുമ്പിലും സുജൂദ് ചെയ്യുന്നതായി കാണാം, അല്ലെ? അവര് മഹാന്മാരാണ്, അള്ളാഹുമായി വലിയ സാമീപ്യമുള്ളവരാണ്. അവരെ ആരാധിച്ചാൽ, അവരോട് സഹായം തേടിയാൽ, അവർക്ക് നേർച്ച കൊടുത്താൽ, അവരുടെ ജാറം മൂടിയാൽ, അവിടെ തവാഫ് ചുറ്റും ഇങ്ങനെ ജാറത്തിന്റെ ചുറ്റും കറങ്ങുന്ന കണ്ടിട്ടില്ലേ നിങ്ങൾ, അല്ലെ? പല ജാറങ്ങളിലും തവാഫ് ചെയ്യുന്നത്. അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യും, ശുപാർശ ചെയ്യും. അത് മുഖേന നമുക്ക് അള്ളാഹുവിന്റെ ഇഷ്ടമങ്ങ് നേടിയെടുത്ത് കളയാം എന്നാണ് ചില ആളുകൾ പറയുന്നത്. ഇവിടെ അല്ലാഹു പറയുന്നത്, സൂര്യനും ചന്ദ്രനും നിങ്ങൾ സുജൂദ് ചെയ്യരുത്. മാത്രമല്ല, ഒരു സൃഷ്ടിക്കും സുജൂദ് ചെയ്യാൻ പാടില്ല, ഒരു സൃഷ്ടിക്കും സുജൂദ് ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, ഏതെങ്കിലും ഒരാൾ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യയോട് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ്. ഒരു മനുഷ്യൻ ഒരു സൃഷ്ടിയുടെ മുമ്പിലും സുജൂദ് ചെയ്യാൻ പാടില്ല, ആരുടെ മുമ്പിലും സുജൂദ് ചെയ്യാൻ പാടില്ല എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. നമ്മുടെ നെറ്റിത്തടം നാം വെക്കേണ്ടത് റഹ്മാനായ റബ്ബിന്റെ മുമ്പിലാകണം. ആ സുജൂദ് ചെയ്യുന്ന സമയത്താണ് അള്ളാഹുമായി ഏറ്റവും കൂടുതൽ വിശ്വാസികളാകുന്ന ഞാനും നിങ്ങളും അടുക്കുന്നത്. സുജൂദിനെ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം. ആ സുജൂദിൽ നെറ്റിത്തടം അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ച് ധാരാളം പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുവാൻ വിശ്വാസികളാകുന്ന ആളുകൾക്ക് സാധിക്കണം. സുജൂദുകൾ വർദ്ധിപ്പിക്കാനല്ലേ അള്ളാഹുവിന്റെ റസൂല് മഹാനായ സ്വഹാബി റബീഅ റളിയല്ലാഹു അൻഹു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, നബിയെ, നാളെ സ്വർഗ്ഗത്തിൽ അങ്ങയുടെ സാമീപ്യം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിന്റെ റസൂല് റബീഅ റളിയല്ലാഹു അൻഹുവിനോട് എന്താ പറഞ്ഞത്? നീ സുജൂദ് വർദ്ധിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് സുജൂദ് വർദ്ധിപ്പിക്കാൻ സ്വർഗ്ഗത്തിലെത്താൻ കാരണമാകും, അള്ളാഹുവിന്റെ അടുപ്പം നേടിയെടുക്കാൻ നമുക്ക് കാരണമാകും. ധാരാളം സുജൂദുകൾ വർദ്ധിപ്പിക്കുക, ആ സുജൂദുകളിൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കുക. ഇത് അള്ളാഹുവിനെ മാത്രമാകണം, അള്ളാഹു അല്ലാത്ത ഒരാൾക്കും സുജൂദ് ചെയ്യാതിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കണം. എന്നാൽ അവർ അഹംഭാവം നടിച്ചാൽ ഫല്ലദീന ഇൻദ റബ്ബിക, എന്നാൽ നിന്റെ രക്ഷിതാവിന്റെ അടുക്കലുള്ള ആളുകൾ, അല്ലാഹുവിന്റെ അടുക്കലുള്ള ആളുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളാണ്.
ഫല്ലദീന ഇൻദ റബ്ബിക, എന്നാൽ നിന്റെ രക്ഷിതാവിന്റെ അടുക്കലുള്ളവർ യുസബ്ബിഹൂന ലഹു, അവർ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നവരാണ്. മലക്കുകൾ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നവരാണ്. എപ്പോൾ? ബില്ലൈലി വന്നഹാർ, രാത്രിയും പകലുമെല്ലാം അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അല്ലാഹുവിന്റെ മലക്കുകൾ. വഹും, അവർ ലാ യസ്അമൂൻ, ഒരിക്കലും ഒരു മടിയും ഇല്ലാതെ, ഒരു ക്ഷീണമില്ലാതെ, ഒരു മടുപ്പില്ലാതെ, രാത്രിയും പകലും വിശ്രമമില്ലാതെ റഹ്മാനായ റബ്ബിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. എണ്ണം കൊണ്ടും വണ്ണം കൊണ്ടും നിസാരമാണ് മനുഷ്യർ. അവനെ ആരാധിക്കുവാൻ തയ്യാറില്ലാതെ വളരെ നിസാരനായ മനുഷ്യൻ. നമ്മളുടെ ആരോഗ്യം, നമ്മുടെ വയസ്സ്, നമ്മുടെ സമ്പത്ത്, നമ്മളൊക്കെ വിചാരിക്കും നമ്മളാ വലിയ ആളുകൾ. നമ്മളൊന്നുമല്ല. മനുഷ്യരെ ഏറ്റവും ബലഹീനരായിട്ടാണ് റഹ്മാനായ റബ്ബ് പടച്ചിട്ടുള്ളത്. വളരെ ബലഹീനരാണ്. നമുക്ക് സ്വന്തമായി ഒന്നിനും കഴിയില്ല. കോടാനക്കോടി രൂപയുള്ള ഒരു മനുഷ്യന് സ്വന്തമായി ജീവിക്കാൻ കഴിയുമോ? മറ്റുള്ള ആളുകളുടെ സഹായമില്ലാതെ കഴിയില്ല. അവനൊരു അന്നം കഴിക്കണമെങ്കിൽ, ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് പാകം ചെയ്യുന്ന, അത് കൃഷി ചെയ്യുന്ന ആളുകൾ ഉണ്ടാകണം. എനിക്ക് കോടിക്കണക്കിന് ഉറുപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ തന്നെ സ്വന്തമായി കൃഷി ചെയ്ത് ഞാൻ തന്നെ അരിയുണ്ടാക്കി ഞാൻ തന്നെ ചോറുണ്ടാക്കി തിന്നും എന്ന് പറയാൻ മനുഷ്യന് കഴിയോ? ഇല്ല. എത്ര വലിയ ആളുകൾക്കും കഴിയില്ല. മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് ഏറ്റവും ബലഹീനരായ മനുഷ്യരാണ്. അവർ എണ്ണം കൊണ്ടും വണ്ണം കൊണ്ടും എല്ലാം അവർ ബലഹീനരാണ്. പക്ഷേ അള്ളാഹുവിന് മാത്രം ആരാധിക്കാൻ മനസ്സ് കാണിക്കാതെ മറ്റുള്ള ആളുകളോടുള്ള അള്ളാഹിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഔലിയാക്കളോട്, അമ്പിയാക്കളോട്, ബീവിമാരോട് തേടരുത് കൂട്ടരെ. അത് അല്ലാഹു തആല ഒരിക്കലും പൊറുക്കുകയില്ല. അല്ലാഹു തആല പൊറുക്കാത്ത പാപമാണ്. അത് നരകത്തിലെത്താൻ കാരണമാകും. ആ പ്രാർത്ഥനയും ഇസ്തിഗാസയും എല്ലാം, നേർച്ചയും എല്ലാം റഹ്മാനായ റബ്ബിന് മാത്രം ആകണം എന്ന് പറയുമ്പോൾ അഹംഭാവം നടിക്കുന്ന, കിബർ നടിക്കുന്ന ചില ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് ഇവിടെ പറയുന്നത്. അവർ അഹംഭാവം നടിക്കുകയാണെങ്കിൽ ആ അഹംഭാവം കൊണ്ട് അള്ളാഹുവിന് എന്തെങ്കിലും ഒരു പോരായ്മയോ വല്ല ദോഷങ്ങളോ അള്ളാഹുവിന് ബാധിക്കുകയില്ല. നിങ്ങൾ അഹംഭാവം നടിച്ച് അള്ളാഹുവിനെ ആരാധിക്കാതെ നടന്നോളൂ, ധിക്കാരികളായി, പോക്കിരികളായി നടന്നോളൂ. അതുകൊണ്ട് അള്ളാഹുവിന് യാതൊരു ക്ഷീണവും ഉണ്ടാവുകയില്ല, അള്ളാഹുവിന്റെ മഹത്വത്തിന് ഒരു കുറച്ചിലും ഉണ്ടാവുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഫഇനിസ്തക്ബറു എന്ന വാചകം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ അതേ സമയത്ത് അള്ളാഹുവിന്റെ ചില സൃഷ്ടികളുണ്ട്. അള്ളാഹുവിന്റെ പട്ടാളക്കാരാകുന്ന മലക്കുകൾ എണ്ണത്തിലും വണ്ണത്തിലും ഒക്കെ വലിയവരാണവർ. അവർ രാപ്പകൽ വ്യത്യാസമില്ലാതെ, അല്പം പോലും മടിയില്ലാതെ, ഒരു ക്ഷീണവും ഇല്ലാതെ റഹ്മാനായ റബ്ബ് എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് ആ കൽപ്പിച്ചിട്ടുള്ള എണ്ണമറ്റ മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏത് സമയത്തും ആരാധനകളും വണക്കങ്ങളും സ്തോത്ര തസ്ബീഹുകളും തക്ബീറുകളും അവർ മുഴക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എന്റെ സൃഷ്ടികളാണ് ആ മലക്കുകൾ. അവർ എന്നെ മാത്രം ആരാധിക്കുന്നവരാണ്. ഞാൻ പഠിപ്പിച്ചത്, ഞാൻ കൽപ്പിച്ചത് കൃത്യമായി ചെയ്യുന്നതാണ്. എനിക്ക് എതിരെ ഞാൻ ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു കാര്യവും എന്റെ സൃഷ്ടികളാകുന്ന മലക്കുകൾ ചെയ്യുന്നില്ല. പക്ഷേ നിസാരരായ, വളരെ ബലഹീനരായ മനുഷ്യവർഗം എന്റെ കൽപ്പനകൾ സ്വീകരിക്കാത്തത് എന്തേ എന്ന ഒരു ചോദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നയിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വലിയവരാണ് എന്ന ധിക്കാരം വേണ്ട. ഞാനെല്ലാം തികഞ്ഞവനാണ്, എന്നെ കവച്ചു വെക്കാൻ, എന്നെ മറികടക്കാൻ, എന്നെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്ന ഒരു ധാരണ, എത്ര വലിയവർ ആണ് ഞാനും നിങ്ങളുമെങ്കിലും, എത്ര വലിയ സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും, അധികാരം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും, ആ അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാകുക. അള്ളാഹു അല്ലാത്ത മറ്റു ഒരു വസ്തുക്കളെയും ഒരു ശക്തിയെയും ആരാധിക്കുന്ന സാഹചര്യങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഷിർക്കിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെട്ടവരായി മാറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദുള്ളവരായി ജീവിക്കുവാനും തൗഹീദുള്ളവരായി മരണപ്പെടുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.